വെൽക്കം ബാക്ക് ടു ആർദസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഊട്ടി വ്ളോഗ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ പാർട്ടും കഴിഞ്ഞു. കണ്ടവരോടും സപ്പോർട്ട് ചെയ്തവരോടും ഒരുപാട് നന്ദി. ഇനി നമ്മൾ അടുത്ത ട്രാവലോഗ് ഇപ്പം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അടുത്ത ട്രാവലോഗ് ചെയ്യാം. അപ്പം ഇന്നൊരു ബ്യൂട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അവരും മാനിക്യൂറും പെഡിക്യൂറും എല്ലാം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം നമ്മുടെ ചിലവാകുന്നുണ്ട്, നമ്മൾ ഒരുപാട് ക്യാഷ് നമുക്ക് ചിലവാകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പലർക്കും പറ്റാറില്ല. അപ്പം ഞാനൊക്കെ പെഡിക്യൂർ ചെയ്തത് ആകെ 2 പ്രാവശ്യമാണ്. അതും ഒരുപാട് ടൈം ഗ്യാപ്പ് എടുത്തിട്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുള്ള ടൈമിൻ്റെ കുറവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൈസയും മിക്കവാറും ചിലവാകും. അത് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയും അവരുടെ പ്രോസസ്സിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ടാണ്. പക്ഷേ ഇതേ കാര്യം തന്നെ നമുക്ക് വീട്ടിൽ 100% ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അത്ര പ്രൊഫഷണൽ രീതി അല്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യം എന്നുള്ളത് കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ നാച്ചുറൽ ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു രീതി ഞാൻ ഫോളോ ചെയ്യാറുള്ള ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ എൻ്റെ ലൈറ്റ് സെറ്റപ്പ് കുറച്ച് കുറവായിരിക്കും. എൻ്റെ അടുത്ത് ലൈറ്റ് പ്രോപ്പറായിട്ടൊരു ലൈറ്റ് ഇല്ല. ലൈറ്റ് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ നല്ല ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡയും ഷാമ്പൂവും കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ മിക്സിങ് ഇതിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു സഹിക്കാവുന്ന ചൂടിൽ, അത് ഭയങ്കര ചൂട് കുറവാകരുത്, നമ്മൾ കുറേ നേരം ചൂട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഒരു സഹിക്കാവുന്ന ചൂടിൽ കാലിൽ അതിൽ ഇറക്കി വെച്ച് കുറച്ച് നേരം ഇരിക്കുക. ഒരു 10 to 20 മിനിറ്റ്സോളം അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഷാമ്പൂ ഇല്ലേ, അത് കാലിൽ വെച്ചിട്ട് കാലിൽ നന്നായിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇത് വെള്ളത്തിനുള്ളിൽ ആ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ച് ചെയ്യണം. ഞാനതിൽ വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ വെള്ളത്തിലേക്ക് ഡയലൂട്ടായിട്ട് പോലൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ച് ചെയ്തത്. നന്നായിട്ട് ഷാമ്പൂ കൊടുത്ത് എല്ലാ സൈഡിലും ഷാമ്പൂ നന്നായിട്ട് കൊടുത്ത്, ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ പെഡിക്യൂർ ബ്രഷ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾ ഒന്നെങ്കിൽ ഈ പെഡിക്യൂർ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാത്ത ടൂത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാലിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. പെഡിക്യൂർ ബ്രഷ് ആണെങ്കിൽ അതിൽ സ്റ്റോൺസ് ഉണ്ടാവും. അപ്പോൾ ആ പെഡിക്യൂർ സ്റ്റോണൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ആ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ചെയ്തൊരു 5 to 10 മിനിറ്റ്സോളം അങ്ങനെ ഉരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിൽ കട്ടറില്ലേ, അതിൻ്റെ ബാക്കിൽ ഒരു ഭാഗം ഉണ്ടാവും ഇതുപോലത്തെ ഒരു സൈഡ്. ആ സൈഡ് എടുത്തിട്ട് ഈ നഖത്തിൻ്റെ ഇടയിലത്തെ ക്യൂട്ടിക്കിൾസ്, അതായത് ഈ വേറിട്ട് നിൽക്കുന്ന ദശയില്ല, അതൊക്കെ ചുമ്മാ ഇപ്പോൾ ഇങ്ങനെ ഈ കാല് കുതിർന്നിരിക്കണ കാരണം അത് പെട്ടെന്ന് പോരും. നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ട കാരണം അതൊക്കെ കുതിർന്നുണ്ടാവും നന്നായിട്ട്, പെട്ടെന്ന് അത് പോരും. അത് തീരെ പെയിൻഫുള്ളൊന്നല്ല കേട്ടോ, ചുമ്മാ അതൊന്നും അതിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ അരച്ചു കൊടുത്ത് അത് പെട്ടെന്ന് പോരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം കളയുക. ഈ ഒരു മാസ്ക് ഉണ്ടാക്കണം കാലിന് വേണ്ടിയിട്ട്. അതിന് കുറച്ച് പഞ്ചസാര, അതിലേക്ക് കാപ്പിപ്പൊടിയില്ലേ, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി, നമ്മുടെ വീട്ടിൽ ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, അത് യൂസ് ചെയ്യുക. അതിലേക്ക് അത് ഇടുക. എന്നിട്ട് ഒരു നാരങ്ങയുടെ ഒരു സൈഡ് നാരങ്ങ നീര് അതിൽ ഒഴിക്കുക. അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഷാമ്പൂ, നമ്മൾ നേരത്തെ ഷാമ്പൂ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രഷ് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അതൊരു ഇച്ചിരി പേസ്റ്റ് മാതിരി നല്ല കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് വരണം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാലിലെ ടാൻ പോവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി ആ ഒരു ബേക്കിംഗ് സോഡയിൽ ഇട്ട കാരണം നമ്മുടെ കാല് കുറച്ച് ബ്രൈറ്റനായിട്ട് തോന്നും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഈ ഒരു മാസ്ക് കൂടി അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി ആ ടാൻ റിമൂവ് ചെയ്താൽ മാത്രമേ അതിനൊരു ബ്രൈറ്റ്നെസ് ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ട് നന്നായി എല്ലാ സൈഡിലും ഈ ഒരു മാസ്ക് നമ്മൾ തേച്ച് കൊടുക്കുക. സിമ്പിളാണ്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പുറത്തുനിന്ന് വാങ്ങാനില്ല. സെയിം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാ സൈഡിലും ഈ ഒരു മാസ്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പുറത്ത് നിന്നിട്ട്, ഞാൻ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം കേട്ടോ പുറത്ത് നിന്നിട്ട് ചെയ്യണേ. അതുകൊണ്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ചെരുപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്, അതൊക്കെ മാറ്റാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊരു 10 to 15 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സെങ്കിലും അതിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഫുൾ ആ ഒരു മാസ്ക് കഴുകി കളയുക. എല്ലാ ഭാഗത്തും കഴുകി കളയാം കേട്ടോ. ചിലവർ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കാല്. അതിനായിട്ട് ഒരു പാക്കും കൂടി നമുക്ക് റെഡിയാക്കണം. ഇതൊന്നുമില്ല, അരിപ്പൊടിയിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, ഞാൻ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഉള്ളത് കൊണ്ട് മാത്രം ഒലീവ് ഓയിൽ എടുത്തതാണ്. സാധാ വെളിച്ചെണ്ണ എടുത്താലും ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ എടുത്തു. അതിലേക്ക് ഇതുപോലെ തന്നെ നാരങ്ങ ചേർക്കുക, ഒരു ഭാഗം പിഴിഞ്ഞിട്ട് അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ കൺസിസ്റ്റൻസി വരില്ല, കാരണം ഓയിലല്ലേ.
അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത്, ഇച്ചിരി വെള്ളം കൂടിയും ചേർത്ത് അത് മിക്സ് ചെയ്യുക. ഒരു ലേശം വെള്ളം കൂടി അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു മാസ്കുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് ചെയ്യുന്നത് കാല് കുറച്ചൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. ഒലിവ് ഓയിൽ കാലിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ നാരങ്ങ അതിൻ്റെ ടാൻ കളയാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ടെക്സ്ചർ കാലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നമ്മൾ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് കാലിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡിലേക്കും ഇത് നന്നായിട്ടാക്കി കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു പാക്കിട്ട് കട്ടിക്ക് പാക്ക് ഇടാൻ ട്രൈ ചെയ്യുക. അപ്പം എൻ്റെ പാക്ക് അത്ര കട്ടി ആയിട്ടില്ല, ശരിക്കും കുറച്ച് കട്ടിയായിട്ട് തന്നെ പാക്ക് ഇടാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എന്നാൽ കുറച്ചത് വലിഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ വലിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി വേഗം പോരും. കുഴപ്പമില്ല, പക്ഷേ മാക്സിമം കട്ടിക്ക് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടും. അപ്പം ഞാൻ ഇത്രയാണ് ഇട്ടത്. അതൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിൻ്റെ അത്ര വെച്ചിട്ട് നന്നായി കഴുകിക്കളയുക. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ ട്രൈ ചെയ്യുക. സൺഡേസോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കില്ലേ, ആ ഒരു സമയത്ത് ചെയ്യുക. നന്നായിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി വാഷ് ചെയ്യുക, കാല് നല്ല വാഷ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കാലിനൊരു നല്ലൊരു കളറ് കിട്ടും കേട്ടോ. നമുക്ക് കണ്ടറിയാം, ഭയങ്കര സ്മൂത്തായ മാതിരി ഒരു ഫീലില്ലേ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബോഡി ക്രീം, ഞാൻ എൻ്റെ കയ്യിൽ ഡോവിൻ്റെ ഒരു ക്രീം ഉണ്ടായിരുന്നു, അതാണ് വെച്ചത്. ഇനി ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു കാലിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം നോക്കിയാൽ കാല് നല്ല എഫക്റ്റ്, നല്ല കളറായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് വലിയ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും വീട്ടിലൊന്ന് ഉള്ളവർ ഇത്ര ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് 100% ഒരു പ്രൊഫഷണൽ രീതിയല്ല. നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ചെയ്യുമ്പോൾ അവരവരുടെ പ്രഷർ പോയിന്റ്സിനനുസരിച്ച് മസാജ് ചെയ്ത് അങ്ങനെ വെക്കുമ്പോൾ കാലിന് ഭയങ്കര റിലാക്സേഷനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് കാല് നല്ല വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാൻ ഒക്കെ മാറ്റുക എന്നുള്ളതാണെങ്കിൽ ഈ ഒരു മെത്തേഡ് 100% വർക്കിംഗ് ആണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ടെങ്കിൽ, അതുപോലെ വേറെ വല്ല മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒക്കെ കമൻറ്റ്. ഒറ്റ വീഡിയോയിലും പറയാത്ത, ഇതുവരെ 3 വീഡിയോ ചെയ്തു, ആ 3 വീഡിയോയിലും പറയാത്തൊരു കാര്യമാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ആരെങ്കിലുമൊക്കെ പെഡിക്യൂർ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ദെൻ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.